നിസ്കാരത്തെ മൂന്നാമത്തെ ഫർദ് ഒന്നും രണ്ട് ലാസ്റ്റ് ക്ലാസ്സിലായിര്. ഇനി നിസ്കാരത്തെ മൂന്നാമത്തെ ഫർദായിട്ടിക്കിട് അസാലിസു മൂന്നാമത്തേത് ഖിയാമു ഖാദിറിൻ നിക്കൊണുകു ആവതുല്ലവണു നിക്കൊണുകു ആവുരവണു നിക്കൊണു ഫി ഫറലിൻ ഫറല് നിസ്കാരത്തിൽ. അപ്പോൾ ഒരാൾക്ക് നിക്കൊണുകുള്ള ആവുറുണ്ടായെങ്കിൽ അങ്ങനത്തെ ആള് നിന്നിട്ടേ നിസ്കരിക്കണം. എങ്ങനെ നിൽക്കണു? ബിനസ്ബി ഫഖാരി ലഹരിഹി അവൻ്റെ മുതിര മുള്ളുടെ സ്ട്രൈറ്റ് ആക്കിയിട്ട് മുതിര മുള്ളു സ്ട്രൈറ്റ് വേണം നിൽക്കുമ്പോഴത്തേക്കു. നട്ടല് ചെന്നുണ്ടെങ്കിൽ മുതിര മുള്ളു ആ മുതിര മുള്ളു അപ്പരപ്പര ബഗ്ഗിട്ടല്ല, അത് സ്ട്രൈറ്റ് വേണം. ലാ ബിൻഹിനാഇ അഖ്റബ ഇല അഖല്ലി റുകൂഇ റുക്കൂയിൽ നിന്ന് കുറഞ്ഞ നിലക്കൊരു റുക്കൂ ഉണ്ടല്ലേ, ആ നിലക്ക് ബഗ്ഗിട്ടല്ലാണ്ട് അങ്ങനെ കുണിഞ്ഞിട്ടല്ല നിൽക്കണ കായത്. ചില കൊണ്ട് റുക്കൂടെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ കുണിഞ്ഞിട്ട് നിൽക്കുക, ബഗ്ഗിട്ട് നിൽക്കടെ, അങ്ങനെല്ലാം നിൽക്കേണ്ടത് നിൽക്കണ കായത് ഞങ്ങളെ മുതിര് മുള്ളു സ്ട്രൈറ്റ് വേണം. അതേപോലെ വല മയലാനിൻ ചെറിഞ്ഞിട്ടും നിൽക്കണ കുത്തീറ ഖറജ അൻസനനിൽ ഖിയാമി നൃത്തത്തെ ആ റൂപ്പ ആ രീതിയെ അല്ലാത്ത നിലക്ക് വലത്തെ സൈഡുക ഇടത്തെ സൈഡുക ബാക്ക് സൈഡുക ചെറിഞ്ഞിട്ടും അല്ല നിൽക്കേണ്ടത്. അപ്പൊ നിൽക്കണുകായത് വലത്തെ സൈഡുക ഇടത്തെ സൈഡുക ബാക്ക് സൈഡുക ചെറിഞ്ഞിട്ട അല്ലെങ്കിൽ റുക്കൂടെ ആ ചെറിയ നിലക്കുള്ളെങ്കിൽ റുക്കൂടെ ഭാഗത്ത് ബഗ്ഗിട്ട അല്ല നിൽക്കേണ്ടത്, ഞങ്ങളെ മുതിര മുള്ളുടെ സ്ട്രൈറ്റ് ആക്കിയിട്ട് നിൽക്കേണ്ടത്. അപ്പൊ ഫർള് നിസ്കാരം നിസ്കരിക്കുമ്പോഴത്തേക്കു നിന്നിട്ട് നിസ്കരിക്കണം. അങ്ങനെ ആവാത്തവനു എങ്ങനെ നിസ്കരിക്കണോ ചൊല്ലത് ലാസ്റ്റിൽ വിശദീകരിക്കരെ. ദച്ചിട്ടപ്പോ നിസ്കരിക്കണു, അതേപോലെ ദിക്കണുകും തീരാത്തങ്ങ് കുടിച്ചു വെച്ച് നിസ്കരിക്കരുത്. അതിലെ ചെറിയ നിലക്കുള്ളെങ്കിൽ വിശദീകരണം ലാസ്റ്റ് വിശദീകരിക്കരെ. അപ്പൊ ഫർളില് നിന്നിട്ട് നിസ്കരിക്കണം. വയജൂസു തനഫുലു ഖായിദൻ അപ്പൊ സുന്നത്ത് നിസ്കാര ദച്ചിട്ട് നിസ്കരിക്കണക്കും അനുവദനേറ്റിക്കരുത്. അപ്പൊ ഒരാൾക്ക് നിന്നിട്ട് നിസ്കരിക്കണ ആവിടും, അങ്ങനത്തെ ഒരാള് സുന്നത്ത് നിസ്കാര ദച്ചിട്ടും നിസ്കരിക്കാം. ഔ മുൽത്തജിൻ ഇല്ലണ്ടെങ്കിൽ ചെറിഞ്ഞു കിടന്നിട്ടും നിസ്കരിക്കാം. പക്ഷെ കൂലി മാത്രം കുറയുണ്ട്, അത്തരമേ നിസ്കരിച്ച നിസ്കാരം സ്വഹീഹി ആവിടും. ഫർള് നിസ്കാരല്ല നിക്കൊണുകു ആവതുല്ലെങ്കത്തെ ഒരാള് സുന്നത്ത് നിസ്കാരത്തിക്ക് ബേനായിട്ട് ദച്ചിട്ടും നിസ്കരിക്കാം, അതേപോലെ ചെറിഞ്ഞു കിടന്നിട്ടും നിസ്കരിക്കാം. ലാക്കിൻ എന്നെങ്കും ലാ യജൂസു ലഹുൽ ഈമാഉ ബിർറുകൂഇ വസ്സുജൂദി ഈ ദച്ചിട്ട് നിസ്കരിക്കണോണം കിടന്നിട്ട് നിസ്കരിക്കണോണം ചെറിഞ്ഞു കിടന്ന് നിസ്കരിക്കണോണോ സുജൂദ് ബേനായിട്ട് ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ മെയ്യാവലെ അങ്ങ് സാധാരണ എങ്ങനെ സുജൂദ് നിന്നിട്ടാകുമ്പോഴത്തേ അങ്ങനെ സുജൂദ് ചെയ്യേണ്ടത് അതേ രൂപത്തിൽ അങ്ങ് സുജൂദും റുക്കൂ ചെയ്യണം. ഏതുപോലെ കമാല യജൂസു ലഹുൽ ഇസ്തിൽഖാഉ മാ ഇംകാനിൽ ഇൽതിജായി ഒരാൾക്ക് ചെറിഞ്ഞു കിടന്ന് നിസ്കരിക്കണുകാവൂടെങ്കത്തെ ഒരാൾക്ക് മലർന്ന് കിടന്ന് നിസ്കരിക്കണു അനുവദനീയല്ല. അതേപോലെ ദയിച്ചിട്ട് നിസ്കരിக்கிறങ്ങക്ക് കാലി ഇഷാറ പിന്നെ ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ മെയ്യാവൂല അങ്ങ് സാധാരണ റുക്കുവും സുജൂദ് ആക്കിற പോലെ അങ്ങാക്കണം. അപ്പൊ ഒരാൾക്ക് ഇവിടെ ചെറിഞ്ഞു കിടന്ന് നിസ്കരിക്കണു ആവുരെങ്കിത്തെ ഒരാള് ഇവിടെ മലർന്ന് കിടന്നിട്ട് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരാവില്ല, അത് തീരാ. മലർന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ മുഖമേലാക്കിയിട്ട് മുഖത്തോടെ ഒരു തലങ്ങാനിന്തിനായി വെച്ച് അടിയിൽ ഒരു തലങ്ങാനി വെക്കണം തലയുടെ അടിയിൽ. അപ്പൊ മുഖ കിബിലയുടെ ഭാഗത്തേക്ക് ആക്കിയിട്ട് അത് നിസ്കാര ലാസ്റ്റ് ക്ലാസ്സിൽ വിശദീകരിച്ചിട്ട് എങ്ങനെയുണ്ട് മലർന്ന് കിടന്നിട്ടും അതേപോലെ ചെറിഞ്ഞു കിടന്നിട്ടുണ്ടെങ്കിൽ ഏത് രൂപത്തിൽ ചെറിഞ്ഞു കിടക്കണുണ്ടല്ല ലാസ്റ്റ് ക്ലാസ്സിൽ അവിടെ വിശദീകരിച്ചിട്ട്. അപ്പൊ ഇവിടെ ചൊന്നേ സുന്നത്ത് നിസ്കാരത്തിക്ക് ബേനായിട്ട് നിന്നിട്ട് നിസ്കരിക്കണകോ ആവതുല്ലങ്ങകും ദച്ചിട്ട് നിസ്കരിക്കാം. താനിക്കിപ്പോ നല്ല ക്ഷീണമുണ്ട്, ആ ക്ഷീണത്തിൽ നിന്ന് നിലയ്ക്ക് എന്തായിട്ട് ഒരാള് ദച്ചിട്ട് നിസ്കരിച്ചത് കൊണ്ട് വിരോധമൊന്നും ഇല്ല, പക്ഷെ കൂലി കുറയരുത്. അതേപോലെ ഒരാള് ചറിഞ്ഞ് കിടന്നിട്ട് നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും ആ സുന്നത്ത് നിസ്കാരം സഹിയാവിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വല്ല ഖായിമൻ ആരെങ്കിലും ഒരാൾ നിന്നിട്ട് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഫഹുവ അഫ്ളൽ അതായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായത്. വമൻ സ്വല്ല ഖായിദൻ ഇനി ഒരാൾ ദച്ചിട്ട് നിസ്കരിച്ചെങ്ക ഫലഹു നിസ്ഫു അജ്രിൽ ഖായിമി
ಅವನಿಗೂ ನಿಂಡಿ ನಿಸ್ಕರಿಸವന്റെ കൂലി രണ്ട് പാതി കൂലി അവനുക്കും. അപ്പൊ നിണ്ടി നിസ്കരിച്ചവന്റെ കൂലിയില് പാതി കൂലി ആയിട്ട് ദച്ചിട്ട് നിസ്കരിക്കുക. ഒമൻ സൊല്ല നായിമൻ, ഒരാള് കിടന്നിട്ട് നിസ്കരിച്ചിട്ട്. എങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ ഉറങ്ങിയിട്ടല്ല, ഐ മുൽത്തജിയൻ ചെറഞ്ഞു കിടന്ന് നിസ്കരിച്ചിട്ട് എന്നെങ്കിൽ ഫലഹു നിസ്ഫു അജിറൽ ഖായിദി, അവനുക്ക് ദച്ചി നിസ്കരിച്ചവന്റെ പാതി ചെറഞ്ഞു കിടന്നവനായിട്ടിക്കിട്. അപ്പൊ നിന്റെ നിസ്കരിച്ചവരുടെ കൂലിയുടെ പാതിയുടെ പാതി ആയിട്ടിക്കിട് ചെറഞ്ഞു കിടന്ന് നിസ്കരിക്കണോ. റവാവുൽ ബുഖാരി. വൽ ഖിയാമു അഫ്ളലുൽ അർക്കാനി, നിസ്കാരത്തെ 14 ഫറലുണ്ട്. ആ ഫറലില് ഏറ്റവും ശ്രേഷ്ഠമായ ഫറല് അത് ഖിയാമായിട്ടിക്കരും. എല്ലാ ഫറലും ശ്രേഷ്ഠമായത്, എന്നെങ്കും ജാസ്തി ശ്രേഷ്ഠത ഉള്ളെങ്കിൽ ഒരു ഫറലായിട്ടിക്കട് ഈ നിർത്താച്ചുള്ളത്. കാരണം നിർത്തത്തിലല്ലേ ഫാത്തിഹും എല്ലാം ഉള്ളത്. അതുകൊണ്ട് സുമ്മ സുജൂദു, പിന്നെ ഇറ്റിക്കട് സുജൂദു. സുമ്മ റുക്കോഉ, പിന്നെ റുക്കോഉ. സുമ്മ സായിരിൽ അർക്കാന്, പിന്നെ ബാക്കി എല്ലാ ഫറലും ആയിട്ടിക്കരും. അപ്പൊ ഒന്നാമത്തേത് അത്യുത്തമ ശ്രേഷ്ഠമായത് ഫസ്റ്റ് ഖിയാമായിട്ടിക്കട് നിർത്തയിട്ടിക്കട്, പിന്നെ സുജൂദ്, പിന്നെ റുക്കോഉ, പിന്നെ ബാക്കിയുള്ളെങ്കിത്തെ ഫറല്. അപ്പൊ ഊടെ ചെന്നെ ഒന്നാം അത്യുത്തമ ശ്രേഷ്ഠമായത് ഖിയാമായിട്ടിക്കറുണ്ട്. ചിലങ്ങ് സംശയിക്കും സുജൂദല്ലേണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നറില്ലേ, അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ, അള്ളാഹു തആലയിലേക്ക് കൂടുതൽ അടുക്കടെങ്കിത്തെ, അള്ളാഹുലേക്ക് സാമീപ്യാവുരെങ്കിത്തെ ഒരു ജാഗത് സുജൂദല്ലേണ്ട്. അത് ശരി, അള്ളാഹു തആലയിലേക്ക് ഏറ്റവും സാമീപ്യ അടുക്കരെങ്കിത്തെ ഒരു ജാഗ് സുജൂദ് ഇറ്റിക്കറ്. എന്നെങ്കും അതിരാൻറ്റ് ശ്രേഷ്ഠത ജാസ്തി ഉള്ളേ നിർത്തത്ത് കയറ്റിക്കറ്. അപ്പൊ നിസ്കാരത്തെ മൂന്നാമത്തെ ഫറലായിട്ടിക്കട് നിണ്ടിട്ട് നിസ്കരിക്കണു ആവുരവನು നിണ്ടിട്ട് നിസ്കരിക്കണോ ഉണ്ട്. അപ്പൊ നിണ്ടിട്ട് നിസ്കരിക്കണു തീരാത്തവನು എങ്ങനെ നിസ്കരിക്കണോ ഉണ്ട്. അപ്പൊ അവിടെ ചെന്നൊരു ദച്ചിട്ട് നിസ്കരിക്കുന്നു. അപ്പൊ ഇപ്പൊ സാധാരണ പള്ളിയിലുള്ള കാണും പോലെ എനിക്കത്തെ ഒരു നിസ്കാരം പിന്നെ കുടുസ് വെച്ചിട്ട് നിസ്കരിക്കരുത്. അതിലൊരു ചെറിയ നിലക്കൊരു വിശദീകരണം മാത്രം. ഇവിടെ മൂന്നായിട്ട് അങ്ങനത്തെ മൂന്നായിട്ട് പിന്നെ വിഭാഗാക്കാം. ഇനി ചില ആൾമാരുള്ളവർ വെറുതെകും ദയിക്കരങ്ങ അങ്ങനെ തെച്ചിട്ടുണ്ടെങ്കിൽ കുർസിൽ ബന്ധ തെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിസ്കാരം സ്വഹീഹി ആവില്ല, അങ്ങ മടക്കി നിസ്കരിക്കേണ്ടി വരും. ചൊന്നുണ്ടെങ്കിൽ നടന്നിട്ടുള്ള ബണ്ടറ് പൽക്ക വരുമ്പോഴത്തേക്കുള്ള നിക്കറ്, പക്ഷെ നിസ്കാരത്ത് വരുമ്പോഴത്തേക്ക് ആ നിസ്കാരത്തിനാകുമ്പോഴത്തേക്ക് അങ്ങ് തെച്ചിട്ട് നിസ്കരിക്കണം എന്ന് ചെന്നുണ്ടെങ്കിൽ കേട്ടെങ്കിൽ കാള് നൊമ്പലാണ്ട് അങ്ങ മാത്തു നിന്റെ അവിടെ വന്നിട്ട് പിന്നെ കുർസിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിസ്കാര സ്വഹീഹി ആവില്ല. കാരണം അങ്ങ് അവിടെ നിക്കണുക ആവിടു. ഇല്ലെങ്കിൽ ഒരാൾക്ക് നിക്കണുക തെല്ല് നേരം നിക്കണുക ആവിടു, ചൊമ്മ നേരം നിക്കണുക ആവില്ല. ഫാത്തിയ പാതി തോല ഓതരങ്കത്തെ നേരം നിക്കണുക ആവിടു, ഇല്ലെങ്കിൽ ചൊമ്മ നേരം നിക്കണുക ആവില്ലണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എത്ര നേരം നിക്കണുക ആവിടു അത്ര നേരം അവിടെ നിക്കണു. ബാക്കി ടൈമിൽ അവിടെ തെച്ചെങ്കെത്തും, ആവില്ലുണ്ടെങ്കിൽ അവിടെ തെച്ചെങ്കെത്തും. ഫസ്റ്റ്ಗೆ ಬಂದಿട്ട് അവിടെ ദയിക്കൊണു തീര എത്ര നേരം അവിടെ നിക്കണു ആവിടു അത്ര നേരം അവിടെ നിക്കണം. എന്നിട്ട് ബാക്കി അവിടെ ദയിച്ചിട്ട് നിസ്കരിക്കണം. ഈ കുർസുലു ദയിക്കേണ്ടത് ഒരാൾക്ക് നിന്നിട്ട് നിസ്കരിക്കണു ആവില്ല. ഇനി പിന്നെ മതലുക ചാഞ്ചിട്ട് നിക്കണു ആവുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അങ്ങനെ നിന്റെ നിസ്കരിക്കണം. ചില പണ്ഡിതന്മാർ ചൊന്നൂറു പിന്നെ ഒരാളെ ഇങ്ങനെ പിടിച്ച് നിപ്പാട്ടിയിട്ട് അങ്ങനെ വേറൊരാൾക്ക് പൈസ കൊടുത്തിട്ടു അതിലിങ്ങനെ പിടിച്ചു നിന്റെ നിപ്പട്ട് പിന്നെ പിടിച്ചിട്ട് നിക്കണുകായിട്ട് ഒരാളിലെ പൈസക്ക് ഇങ്ങനെ വിളിക്കരുത്. അങ്ങനെ അവരുണ്ട് അങ്ങനെ വിളിക്കണുണ്ട്. അത് പണ്ഡിതന്മാരുടെ ഇടയിൽ തിരക്കുണ്ട്, ആണ് ബേന ബേനുണ്ട്. എന്നെങ്കിലും ആ ഭാഗത്തേക്ക് ഇപ്പൊ കൂടെ വിശദീകരിക്കില്ല. അപ്പൊ ഇനി ഒരാൾക്ക് ചാഞ്ചിട്ട് മതിലുക ചാഞ്ചിട്ട് നിന്നിട്ട് നിസ്കരിക്കണോ ആവരുണ്ടെങ്കിൽ അങ്ങനെ നിക്കണം. എന്നിട്ട് പിന്നെ ഇല്ലണ്ടെങ്കിൽ തെല്ല് നാറ സരി നിക്കണുക ആവരുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തെല്ല് നാറ നിക്കണുക അയാലും നിർബന്ധമായിട്ടിക്കറ്. ഇനി തെല്ലും നിക്കണുക ആവില്ല ചാഞ്ചിട്ടും നിക്കണുക ആവില്ല എന്നുണ്ടെങ്കിൽ അതിൽ സാധാരണ ദച്ചിട്ട് നിസ്കരിക്കണം. കുറിസുകളല്ല ദച്ചിട്ട് നിസ്കരിക്കണം ആവരുണ്ടെങ്കിൽ അങ്ങനെ ദച്ചിട്ട് നിസ്കരിക്കണം. ഇനി ദച്ചിട്ടും ആവില്ല മുട്ടു നൊമ്പല നിണ്ടിട്ടും ആവില്ലണ്ടെങ്കിൽ അവിടെ പിന്നെ അയാൾ നിസ്കരിക്കേണ്ടത് പിന്നെ കുറിസിലായിട്ടിക്കറ്. അപ്പൊ സാധാരണ ദച്ചിട്ടും ഞങ്ങൾ സാധാരണ അത്തഹിയാത്ത് ദിക്കും പോലെ ആ ദച്ചിട്ടും അങ്ങനെ ദയിക്കണുകും ആവില്ല.
നിക്കണുകും ആവില്ല ഉണ്ടായെങ്കിൽ അവിടെ പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ ഇട്ട് ചൊല്ലകാവില്ല. ഏതായാലും അത് ദൈക്കിര രൂപമേ ദൈക്കിരതേ അങ്ങനെയല്ല ഉണ്ടെങ്കിൽ കുറിച്ച് മേൽ ദൈക്കിരൻറ്റ്. അപ്പൊ നിന്നിട്ടും ആവില്ല ദയിച്ചിട്ടും ആവില്ല ഉണ്ടായെങ്കിൽ അങ്ങക്ക് പിന്നെ കിടന്നിട്ട് നിസ്കരിക്കണം ആയിട്ടിട്ട്. പക്ഷെ അവിടെ കുറിച്ചിലാൻ ദയിക്കണം ആവിടല്ലേ എന്ന നിലയ്ക്ക് മാത്രം അങ്ങ് അവിടെ കുറിച്ചിൽ ദയിച്ചിട്ട് അങ്ങ് നിസ്കരിക്കണം. ഇനി കുറിച്ചിൽ ദയിച്ചിട്ട് നിസ്കരിക്കുമ്പോഴത്തേക്കു അങ്ങനെ റുക്കുവും സുജൂദ് എങ്ങനെ വേണോട്ട് ഒരു സംശയം. അപ്പൊ കുറിച്ചിൽ വെച്ച് നിസ്കരിക്കുമ്പോഴത്തേക്കു ഇനി സുജൂദും റുക്കുവും അങ്ങ് പോണുകോ ആവറുണ്ടായെങ്കിൽ അങ്ങ് പോണോടെ സുജൂദുക്കും പോണു പിന്നെ റുക്കുവു ഏതായാലും ആവില്ലല്ലേ. കാരണം റുക്കുവു കിയാമു കൊണ്ടല്ലേ, കിയാമു ഇയൽക്കാവില്ല നിക്കണകാവില്ലല്ലേ. അപ്പൊ റുക്കുവു പേനായിട്ട് തെല്ലവിടെ കുനിയണം, തെല്ല ബഗ്ഗണം. സുജൂദുക്ക് പോണുക ആവറുണ്ടായെങ്കിൽ സുജൂദുക്ക് പോണം. ഇനി സുജൂദുക്കും പോണുക ആവില്ലണ്ടായെങ്കിൽ അങ്ങ റുക്കൂടെ ആൻറ്റി തെല്ല് ജാസ്തി ബഗ്ഗണം. അവിടും ആ ബഗ്ഗുമ്പത്തുകോ ബാക്ക് തെല്ല് എങ്ങനെയാവണോ? സാധാരണ പണ്ഡിതന്മാർ ചൊന്നറോ ബാക്ക് മേലും സുജൂദ് ചെന്നിട്ടായെങ്കിൽ അത് ബാക്ക് സൈഡ് മേലും തലയുടെ സൈഡ് കീഴാവണുണ്ടായിട്ട് സുജൂദിലും നിയമ. ഇനി ആ കുടിസിന്റെ മേലെ ദയിക്കുമ്പോഴത്തേക്ക് ബാക്ക് സൈഡ് മേലും തല കീഴ് ആക്കണ ആവറുണ്ടായെങ്കിൽ തലയുടെ ഭാഗത്ത് സുജൂദിന്റെ ഭാഗത്ത് ചെറിയൊരു സ്റ്റൂൾ വെച്ചിട്ട് അതിന്റെ മേല് പിന്നെ നെറ്റ് വെക്കാം. ഇത് ബാക്ക് സൈഡും മേലും തലയുടെ സൈഡ് കീഴ് ആക്കണകോ ആവറുണ്ടായെങ്കിൽ മാത്ര പിന്നെന്താക്കാം അങ്ങ് ചെറിയൊരു സ്റ്റൂള് എതിരിൽ വെച്ചിട്ട് അതിന്റെ മേല് പിന്നെന്താക്കാം നെറ്റ് വെക്കാം. ഇനിയിപ്പോ ബാക്ക് സൈഡ് മേലാവും പിന്നെ മേലാവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത്ര നേരം പിന്നെ അത്ര ബഗ്ഗണക്ക് ആവില്ല ഉണ്ടായെങ്കിൽ അങ്ങ് അവിടെ നെറ്റ് അതുപോലത്തെ പിന്നെ സ്റ്റൂൾ പോലത്തെ വെക്കണക്കു അങ്ങ് മേലെ നിർബന്ധമില്ല. അങ്ങ് ജസ്റ്റ് അവിടെ ഒരു കൂടാനത്തിൽ ജാസ്തി ഒന്ന് ബഗ്ഗുണ്ടെങ്കിൽ മേയോ. ഇതിപ്പോ ദച്ചിട്ട് നിസ്കരിക്കണമെങ്കിൽ വിശേഷം. ഇപ്പൊ ഒന്നാമത് കൂടെ വിശദീകരിച്ച് നിണ്ടിട്ട് നിസ്കരിക്കണക്ക് ആവാത്ത ഒരാള് നിണ്ടിട്ടും ആവില്ല, സാധാരണ ദച്ചിട്ട് നിസ്കരിക്കണക്കും ആവില്ല, അങ്ങനത്തെങ്ങ കുറിച്ചു വെച്ചിട്ട് നിസ്കരിക്കാം, അങ്ങക്ക് ജായിസായിട്ട്. ഇനി ആ കുറിച്ചു എവിടെ വെക്കണുണ്ട്? ആ കുറിച്ചു അങ്ങ സഫുടെ ശരിയായിട്ട് വെക്കണ അല്ല അങ്ങനെ മടമ്പു ശരിയാക്കിട്ട് വെക്കണുണ്ട്. ഇവിടെ ദച്ചിട്ട് നിസ്കരിക്കലായത് കൊണ്ടിട്ടു, കാരണം നിണ്ടിട്ടല്ലേ ചിലക നിണ്ട് കുറിച്ചു വെക്കറ് നിക്കണുകാവിട അങ്ങ് സുജൂത് ആക്കണുകാവില്ല. അങ്ങനത്തെ ആൾമാർ കുടിച്ചു വെക്കറ് അകലെ മസലമേ വേരമേ പണ്ട് ഊടെ കുടിച്ചു വെക്കണുകായത് ഊടെ ചെന്നിട്ടെങ്കിൽ നിക്കണുകും ആവില്ല. അതുകൊണ്ടിട്ട് ഇവിടെ കുടിച്ചു വെച്ചിട്ട് നിസ്കരിക്കരുത്. ഇങ്ങനെ കുറിച്ചു വെക്കണുകായത് അയാളെ മുതു ബാക്കി നിങ്ങളെ മുതുകും സമസമായിട്ടിക്കണം, ബാക്ക് സൈഡ് സമസമായിട്ടിക്കണോ. ഇപ്പൊ സാധാരണ നോക്കണ്ടെങ്കിൽ അങ്ങനെ മടമ്പൂടെ ആ നേർക്കും കുറിച്ചിട്ട് കാല് വെക്കണോട്ടും. ഇപ്പൊ കുറിച്ച് അങ്ങനത്തെ ഇതാവണം, സ്ട്രൈറ്റ് ഉള്ളെങ്കിൽ കുറിച്ചാവണം. ആ കുറിച്ചിട്ട് കാല് ബാക്ക് സൈഡിലെ കാല് ബാക്കി നിങ്ങൾ മടമ്പു അതനുസരിച്ചിട്ട് വെക്കണം. എപ്പ ഇത് ദയിച്ചിട്ട് നിസ്കരിക്കുമ്പോഴത്തേക്കോ. ഇനി രണ്ടാമത്തെ ചൊന്നുണ്ടെങ്കിൽ നിക്കണുക ആവിടോ, പക്ഷെ സുജൂത് പോണുക ആവില്ല, നിക്കണുകളാവിടും എന്നുണ്ടെങ്കിൽ അയാൾ നിണ്ട് നിസ്കരിക്കണു, പിന്നെ റുക്കവും നിണ്ടിട്ടേ പോണു. ദയിക്കണുക ആവില്ല ഉണ്ടായെങ്കിൽ അവിടെ കുടിച്ചൊന്ന് വെച്ചിട്ട് എന്താക്കറ് പിന്നെ നിലത്തേക്ക് എന്നോട് ചെന്ന പോലെ പിന്നെ ചൊമ്മ ബഗ്ഗണുക ആവറുണ്ടായെങ്കിൽ അവിടെ എതിരിൽ സ്റ്റൂൾ വെച്ചിട്ട് നെറ്റി വെക്കാം. ഇനി അങ്ങനെ ആവില്ല ഉണ്ടായെങ്കിൽ അങ്ങനെ രൂപത്തിൽ സുജൂതാക്കണോ. അങ്ങനെ നിക്കണുക സാധാരണ ആൾമാർ നിക്കടെ പോലെ നിക്കറേ സുജൂത് പോണുക ആവാത്തങ്ങ കുടിച്ചു വെക്കറ്. അങ്ങനെ കുടിച്ച് എവിടെ വെക്കണു ചെന്നിട്ടെങ്കിൽ അങ്ങനെ നിക്കുമ്പോത്തുക അങ്ങനെ മടമ്പു ബാക്കി അങ്ങനെ മടമ്പ് പോലെ മാറ്റിക്കണം. അപ്പൊ കുറിച്ചു ബാക്കാവും, കുറിച്ച് ബാക്കായിട്ട് വെക്കണോ. കുറിച്ചൊരു കാലല്ല അവിടെ സമാക്കണു കായത് നിക്കടെ കൊണ്ട് കാൽ, കാരണം ഇവിടെ നിക്കണുക അവിടല്ലേ. നിക്കണുക ആവറുണ്ടായെങ്കിൽ നിന്നിട്ട് നിസ്കരിക്കരുത്, സുജൂദുബേനായിട്ട് ദൈക്കിറവുണ്ടായെങ്കിൽ അങ്ങനത്തെ ആള് കുറിച്ചു വെക്കണുകായത് മടമ്പ് അനുസരിച്ചിട്ടല്ല. ഇയല്ലേ നിക്കറാലല്ലേ ഈ കുറിച്ച് വെച്ചിട്ട് നിക്കറാലല്ലേ അയാളിലെ മടമ്പു ബാക്കി നിങ്ങളെ മടമ്പു സമസമായിട്ട് വെക്കണം, കുടിച്ചതിൽ ബാക്കായിട്ട് വെക്കണം. അപ്പൊ ആ കുടിച്ച് ബാക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് ഇറങ്ങുന്ന ബുദ്ധിമുട്ടാവിടല്ലേ.
അതുകൂടെ നോക്കണ്ടൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ പള്ളിയിൽ ഇപ്പൊ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഭീമും കിട്ടറല്ലേ, അതുകൂടെ നോക്കണ്ട. ബാക്കിടെങ്കിലും നോക്കണ്ട. അവനക്ക് അവിടെ ആവൂറുണ്ട് സൗകര്യം ആവൂറുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് നിസ്കരിക്കട്ടെ, ഇല്ലാണ്ടെങ്കിൽ ആ ജാഗ് വിട്ടോട്ട് നിസ്കരിക്കട്ടെ, ഇല്ല ആ ജാഗിൽ മക്ക നിസ്കരിക്കട്ടെ. ഇനി അവിടെ വിട്ടു നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ വിരോധമൊന്നും ഇല്ല അവിടെ നിസ്കാരത്തിൽ. പിന്നെ ജമാഅത്തിന്റെ ശ്രേഷ്ഠത പോണ്ടൊന്നും ഇല്ല. അപ്പൊ ഇയാള് അവിടെ പിന്നെ കുറിച്ചിന്റെ കാലല്ല ശരിയാക്കേണ്ടത്, ഇയല്ലെ കാലായിട്ടിട്ട്. കാരണം ഇയാൾക്ക് നിക്കണുക അവിടെ അല്ലേ, നിക്കണുക ആയത് കൊണ്ടിട്ട് ഇയല്ലെ കാലം മടമ്പും ബാക്കി എന്തെങ്കിലും കാലം മടമ്പു സരിസരിയായിട്ട് വേണം കുറിച്ച് തെല്ല് ബാക്കായിട്ട് വെക്കണം. ബാക്കി എന്തെങ്കിലും അത് പിന്നെ ബാക്കിൽ നിസ്കരിക്കലും നോക്കൊണ്ടൊന്നുമില്ല. അവൻ പിന്നെ ബാക്കിൽ നിസ്കരിക്കണം ആവൂറുണ്ടെങ്കിൽ നിസ്കരിക്കട്ടെ, ഇല്ലാണ്ടെങ്കിൽ ആ ജാഗ് വിട്ടിട്ട് നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും ഇയോടും. അപ്പൊ ഈ കസേര കുറിച്ച് നിസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട്. ചില ആൾമാരെ നിസ്കാരമേ ബാത്തിലോട്. കാരണം അങ്ങനെ നിക്കണുകയെല്ലാം ആയിട്ടും പിന്നെ ഒരു സൗകര്യത്തിൽ ബേനായിട്ട് ഒരു റാഹത്ത് കിട്ടണു ബേനായിട്ട് കുടിസുല നിസ്കരിക്കരുത്, ഇല്ലെങ്കിൽ ഔത്ത് നിസ്കരിക്കും സോപ്പത്തില എങ്ങനെ നിസ്കരിക്കരുത്. അങ്ങനത്തെ നിസ്കാര സ്വഹീഹി ആവില്ല. കാരണം അവിടെ ഖിയാമോ നിക്കണുക ആവത് ഉണ്ടായിട്ടും നിന്റെ നിസ്കരിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു ഫറള് അവിടെ നഷ്ടപ്പെടരുത്. അത് നിക്കണുക ആവാത്തങ്ങളെ വേറെ മസാല അവിടെ വിശദീകരിച്ചതുപോലെ ഇനി നടക്കണുകളാവൂ സാധാരണ പൽക്ക വരണുകളിൽ നിക്കണുകാവൂ. നിസ്കാരത്തിൽ മാത്രം ഒരു ഇർത്താവില്ലുണ്ടെങ്കിൽ അവിടെ നിസ്കാരമേ ആവില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണോ. അങ്ങനെ മാത്രം നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് മടക്കി നിസ്കരിക്കണക്കും നിർബന്ധമായിട്ട് നല്ലതുപോലെ പഠിക്കണക്കും അതനുസരിച്ചിട്ട് ജീവിക്കണക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ പിന്നെ 4ാമത്തെ ഫറളായിട്ട് ഫാത്തിഹ. അപ്പൊ ഫാത്തിഹയിൽ ഞങ്ങൾ എങ്ങനെ ഓതോന്നു അതിൽ എന്തെല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ വിശദീകരിക്കാം. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.